गुड मॉर्निंग फ्रेंड्स, वेलकम बैक टू माय चैनल। एक कपड़े की दुकान में, തുണിക്കടയിൽ കപ്പടെ की दुकान में, തുണിക്കടയിൽ की പറയുന്നതാണ് കപ്പടെ की दुकान. ഏത് കടയ്ക്കാണെങ്കിൽ നമുക്ക് ദുക്കാൻ എന്ന് പറയാം. അത് ഏത് സാധനം വെക്കുന്ന വെച്ചാൽ സാധനത്തിന്റെ പേര് പറഞ്ഞിട്ട് വെക്കാം. മസാലയ്ക്ക് ദുക്കാൻ, കപ്പടേക്ക് ദുക്കാൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് പീസ് വില കൂടുതൽ കാരണം എടുക്കണോ വേണ്ടയോ എന്ന സംശയത്തിലിരിക്കുന്ന ഭർത്താവിനെ ഭാര്യ നിർബന്ധിക്കുന്ന രംഗമാണ്. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു കടയിൽ കയറിയിട്ടും അച്ഛനും അമ്മയും മക്കളെല്ലാം കൂടി പോയതാണ് എന്തൊരു ഫംഗ്ഷന് വേണ്ടി തുണി എടുക്കാൻ. ആദ്യം ഭർത്താവാണ് നോക്കുന്നത്. അപ്പൊ 1-2 പീസ് എടുക്കും. പിന്നെ ഒരു 3rd പീസ് അയാളുടെ കയ്യിലെത്തുമ്പോഴേക്കും അയാൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിന് ഇച്ചിരി വില കൂടുതലാണ്. അപ്പൊ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയത്തിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് നിർബന്ധിക്കാതെ നിങ്ങൾക്ക് നന്നായിട്ട് ഇണങ്ങും, ഇത് എടുത്തോളൂ എന്ന് പറയുന്ന രംഗത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അപ്പൊ അതിന്റെ തുടർച്ചയാണ് കേട്ടോ ഇത്. ഭാര്യ, നിങ്ങൾ ഇത് എടുത്തോളൂ. ഭാര്യയ്ക്ക് പറയുന്നതാണ് ഹിന്ദിയിൽ പത്നി. അത് നമ്മുടെ മലയാളത്തിലുണ്ട് പത്നി, പതി, പത്നി എന്ന് നമ്മളും പറയും. ആപ്പ് യേ ലേ ലീജിയെ, ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, യേ ലേ ലീജിയെ ഇത് എടുത്തോളൂ. ഭർത്താവിനെ ആപ്പ് എന്ന് വിളിക്കുന്നവരുണ്ട്, തും എന്ന് വിളിക്കുന്നവരുണ്ട്, തൂ എന്ന് വിളിക്കുന്നവരുണ്ട്, പേരെടുത്ത് വിളിക്കുന്നവരുണ്ട് അല്ലെ. ഇപ്പോഴൊക്കെ ആരും നിങ്ങൾ താങ്കൾ എന്നൊന്നും പറയില്ല, എല്ലാവരും പേരെടുത്താണ് ഇപ്പോഴത്തെ ജനറേഷൻ വിളിക്കുക. ആപ്പ് യേ ലേ ലീജിയെ, താങ്കൾ ഇത് എടുത്തോളൂ. വില അല്പം കൂടുതലാണ്. ഇപ്പം ഭർത്താവ് പറയാണ് കീമത്ത് തോടി ജാദാ ഹെ. കീമത്ത് എന്ന് പറഞ്ഞാല് വില, ദാം എന്ന് പറഞ്ഞാലും വിലയാണ് കേട്ടോ. ദാം, ദാം എന്ന് പറഞ്ഞാലും വിലയാണ്, കീമത്ത് എന്ന് പറഞ്ഞാലും വിലയാണ്. തോടി ജാദാ ഹെ, കുറച്ച് കൂടുതലാണ്, വില അല്പം കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മളെപ്പോഴും റേറ്റ് ഒക്കെ നോക്കും. പ്രത്യേകിച്ച് ഫാമിലിയുടെ കൂടെയൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും വാങ്ങിക്കണ്ടേ. 3-4 ആൾക്കാർക്കുള്ള തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസയാണ്. അപ്പൊ ആദ്യം എടുക്കുന്ന ആൾ വലിയ വിലയുടെ എടുത്താൽ മറ്റാൾക്ക് ബുദ്ധിമുട്ടാവും. കീമത്ത് തൊടി ജാദാ ഹെ, വില അല്പം കൂടുതലാണ്. അത് സാരമില്ല, കുറെ ഫങ്ഷൻസ് വരുന്നുണ്ടല്ലോ. കോയി ബാത്തിനി, കാഫി സാരാ സമാരോ ആനെ വാലാ ഹെ. കാഫി സാര എന്ന് പറഞ്ഞാൽ വളരെയേറെ അല്ലെങ്കിൽ കുറെ. ഫങ്ഷൻസിന് പറയുന്നതാണ് സമാരോഹ്. ആനെ വാലാ ഹെ, വരുന്നുണ്ട്, വരാനുണ്ട്, കുറെ ഫങ്ഷൻസ് വരാനുണ്ട്. അപ്പൊ നല്ലതൊരെണ്ണം എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് വൈഫ് പറഞ്ഞു കൊടുക്കുന്നത്. കോയി ബാത്തിനി, അത് സാരമില്ല. കാഫി സാര സമാരോഹ ആനെ വാല, കുറെ അധികം ഫങ്ഷൻസ് വരാനിരിക്കുന്നു. വേണമെങ്കിൽ ഒരു പീസ് കൂടെ എടുത്തോളൂ. യദി ചാഹേ തോ ഏക് പീസ് ഔർ ലേ ലീജിയെ. ലേ ലീജിയെ എന്ന് പറഞ്ഞാൽ എടുത്തോളൂ. അത് ബഹുമാനത്തോടെ പറയുന്ന ഭർത്താവിനോട്. യദി ചാഹേ തോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ. യദി ചാഹേ തോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ. ഏക് പീസ് ഔർ, ഒരു പീസും കൂടെ. ലേ ലീജിയെ, എടുത്തോളൂ, ഒരു പീസ് കൂടെ എടുത്തോളൂ. നിങ്ങൾക്ക് 3 പേർക്കും കൂടെ വാങ്ങിയിട്ട് പറ്റുമെങ്കിൽ നോക്കാം. ആപ് തീനോ കെ ലിയെ ഖരീദനെ കെ ബാദ് ഹോ സക്തേ ഹെ തോ ദേഖേംഗി. ആപ് തീനോ കെ ലിയെ എന്ന് പറഞ്ഞാൽ ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട്. അപ്പൊ അവർക്ക് 3 പേർക്കും വാങ്ങണം. ഖരീദിനെ കെ ബാദ്, ഈ 3 പേർക്കും കൂടി വാങ്ങിയതിനു ശേഷം. ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങുക, ഖരീദിനെ കെ ബാദ് എന്ന് പറഞ്ഞാൽ വാങ്ങിയതിന് ശേഷം. ഹോ സക്തേ ഹെ തോ, പറ്റുമെങ്കിൽ. പറ്റുമെങ്കിൽ എന്നുള്ളതിന്റെ ഹിന്ദിയാണ് ഹോ സക്തേ ഹെ തോ. ദേഖേംഗി, നോക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാൾക്ക് 2 വാങ്ങിയാൽ പിന്നെ കുട്ടികൾക്ക് വാങ്ങിക്കാനോ വൈഫിന് വാങ്ങിക്കാനൊന്നും പൈസ തികഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ കുറച്ചുള്ളവരായിരിക്കാം. അപ്പൊ ആണ് പറയുന്നത് നിങ്ങൾക്ക് 3 പേർക്ക് വാങ്ങിയിട്ട് പൈസ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ പെർമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ആപ് തീനോ കെ ലിയെ ഖരീദനെ കെ ബാദ് ഹോ സക്തേ ഹെ തോ ദേഖേംഗി. കടക്കാരനോട് 40 സൈസ് ഷർട്ടിന് എത്ര തുണി വേണ്ടി വരും. അപ്പം ഈ തുണി എടുക്കാൻ തീരുമാനിച്ചല്ലോ. കടക്കാരനോട് ചോദിക്കുക. കടക്കാരനോട് എന്ന് പറയുന്നത് ദുക്കാൻദാർ സേ. ദുക്കാൻദാർ എന്ന് പറഞ്ഞാൽ കടക്കാരൻ, കടക്കാരനോട് ദുക്കാൻദാർ സേ. 40 സൈസ് ഷർട്ട് കെ ലിയെ കിത്തന കപ്പട ചാഹിയേഗ. 40 എന്ന് പറഞ്ഞാൽ 40 ആണ്. സൈസ് അറിയാം, ഷർട്ട് നിങ്ങൾക്കറിയാം. കേലിയെ, അതിനു വേണ്ടി 40 സൈസ് ഷർട്ടിന് വേണ്ടി. കിത്തന കപ്പട ചാഹിയേഗ, എത്ര തുണി വേണ്ടി വരും. കിത്തന, എത്ര, കപ്പട, തുണി, ചാഹിയേഗ, വേണ്ടി വരും. ഓക്കെ, 40 സൈസ് ഷർട്ട് തയ്ക്കാൻ എത്ര തുണി വേണ്ടി വരും. നമ്മളൊക്കെ തുണി വാങ്ങുമ്പോൾ നമ്മൾ ചോദിക്കില്ല, ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ എത്ര തുണി വേണം, ബോട്ടം തയ്ക്കണേ എത്ര വേണം, ടോപ്പ് തയ്ക്കണേ എത്ര വേണം. സെയിം തിങ്, 40 साइज शर्ट के लिए कितना कपड़ा चाहिए होगा.
1.5 മീറ്റർ മതിയാകും സർ. 1.5 മീറ്റർ ബഹുത്ത് ഹേ സർ. മതിയാവും എന്ന് പറഞ്ഞാൽ എന്താ പറയാ, 1.5 മീറ്റർ കാഫി ഹേ എന്ന് പറയാം വേണമെങ്കിൽ. കാഫി ഹേ അത് മതിയാവും, അത്രയും മതിയാവും. ബഹുത്ത് ഹേ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ പറയില്ലേ എത്ര മീറ്റർ വേണം, 1.5 മീറ്റർ ധാരാളം, അങ്ങനെ അവർ ഉത്തരം പറയാം. 1.5 മീറ്റർ ധാരാളം എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ മതി. അതുപോലെ ഹിന്ദിയിലും പറയാം 1.5 മീറ്റർ ബഹുത്ത് ഹേ സർ. 1.5 മീറ്റർ മതി. 1.5 എന്ന് പറഞ്ഞാൽ 1.5. ഓക്കെ, 2.5 എന്ന് പറഞ്ഞാൽ 2.5. 1.5, 1.5, 2.5, 2.5. എങ്കിൽ ഇത് മുറിച്ചോളൂ, ഫിർ ഇസേ കാട്ടിലെ. അപ്പോൾ 1.5 മീറ്റർ മതിയെങ്കിൽ അയാളെ ഏതാണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര പൈസയ്ക്ക് എൻ്റെ ഒക്കുന്നുള്ളത്. എങ്കിൽ ഇത് മുറിച്ചോളൂ, ഫിർ ഇസേ കാട്ടിലെ. ഫിർ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിൽ പല സിറ്റുവേഷനനുസരിച്ച് ഫിറിന്റെ അർത്ഥം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഫിർ ഉപയോഗിച്ചത് എങ്കിൽ എന്നുള്ളതിനായിട്ട്. ഫിർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നുള്ള ഒരു മീനിങ് കൊണ്ട് ഔർന്ന് ഉപയോഗിക്കുന്നിടത്തിലേക്കും നമ്മൾ ചിലപ്പോൾ ഫിറിനെ കയറ്റി വെക്കാറുണ്ട്. അപ്പൊ ഫിർ പലതരം മീനിങ് ഉള്ളൊരു വേർഡാണ്. എങ്കിൽ ഇത് മുറിച്ചോളൂ, ഫിർ ഇസേ കാട്ടിലെ. ഇസേ ഇതിനെ, അല്ലെങ്കിൽ ഇത്. കാട്ടിന എന്ന് പറഞ്ഞാൽ മുറിക്കുക, തുണി മുറിക്കാൻ. റോളായിട്ട് വെച്ച തുണിയായിരിക്കുമല്ലോ. മേഡത്തിന് എന്താ നോക്കുന്നത്? മേഡത്തിന് എന്ന് പറഞ്ഞാൽ ഇയാളുടെ വൈഫാണ്. മേഡം ആപ് ക്യാ ഖരീദനെ ചാഹത്തെ ഹെ. എന്താ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ, നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്, എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, എന്ത് വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഖരീദനെ ചാഹത്തെ, ക്യാ ഖരീദനെ ചാഹത്തെ ഹെ. സാരിയോ ചുരിദാറോ. സാഡി യാ ചുരിദാർ. സാരിക്ക് സാഡി എന്ന് പറയാം. രാ ഉപയോഗിക്കുന്നിടത്തൊക്കെ ഹിന്ദിയിൽ അധികവും ഡി കൊടുക്കും. കറി എന്നുള്ളതിന് കടി എന്ന് പറയും. സാരി എന്നുള്ളതിന് സാഡി എന്ന് പറയും. ഓക്കെ, സാഡി യാ ചുരിദാർ. അവിടെ രാ കണ്ടോ, ചുരി എന്നുള്ളിടത്തിൽ ചുടിദാർ പറയും അവര്. ചുടിദാർ എന്ന് പറഞ്ഞാല് ചുരിദാർ. ഓക്കെ, സാഡി യാ ചുടിദാർ എന്ന് പറഞ്ഞാൽ സാരിയോ അതോ ചുരിദാറോ. യാ എന്നിട്ടത് അതാണോ ഇതാണോ എന്നുള്ള കാണിക്കുന്നതിനാണ് അവിടെ യാ വെച്ചിരിക്കുന്നത്. അതോ അല്ലെങ്കിൽ ഇതോ. സാരിയോ അതോ ചുരിദാറോ. സാരിയോ ചുരിദാറോ. സാഡി യാ ചുരിദാർ. അതൊരു ക്വസ്റ്റ്യൻ ഇട്ടാണ്ടോ, സാരി ആണോ അതോ ചുരിദാറാണോ വേണ്ടത്. ഒബിയസ്ലി ഷോപ്പിൽ പെണ്ണുങ്ങൾ പോകുമ്പോൾ അവരൊക്കെ ചോദിക്കും അല്ലെ എന്താ കാണിക്കണ്ടേന്ന്, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടതെന്ന്. ഭർത്താവ് അവൾക്ക് സാരി മതി. അപ്പം ഭർത്താവ് അതിന് ഉത്തരം പറഞ്ഞത് അവൾക്ക് സാരി മതി. ഉസ്കേലിയെ സാഡി ചയ്യേ. ഉസ്കേലിയെ അവൾക്ക് വേണ്ടി സാഡി ചയ്യേ, സാഡി മതി. ഓക്കെ, സാഡി എന്ന് പറഞ്ഞാൽ സാരി, അവൾക്ക് സാരി മതി. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയാണ് ഉസ്കേലിയെ സാഡി ചയ്യേ, അവൾക്ക് സാരി മതി. ചില ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യ സാരിയിൽ തന്നെ ഫംഗ്ഷനൊക്കെ പോകണം എന്നുള്ള നിർബന്ധം ഉണ്ടാവും കേട്ടോ. ഇവിടെ അയാൾ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ഇവർക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ എടുക്കാൻ സാരി തന്നെയാണ് ബെറ്റർ ചുരിദാറിനേക്കാളും. അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് കേട്ടോ. എന്നാലും ഉസ്കേലിയെ സാഡി ചയ്യേ, അവൾക്ക് സാരി മതി. ഉസ്കേലിയെ എന്ന് പറഞ്ഞാൽ അവൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് മതി. അവൾക്ക് എന്ന് പറഞ്ഞാൽ അത്രയും മതി അവിടെ. ഉസ്കേ സാഡി ചയ്യേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മീനിങ് ഇല്ല. ഉസ്കേലിയെ എന്ന് തന്നെ പറയണം ഹിന്ദി പറയുമ്പം. അങ്ങോട്ട് വന്നോളൂ മേഡം. അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷർട്ട് മുറിക്കുന്ന സെക്ഷനിലാണ് അവരുള്ളത്. അപ്പം സാരിയൊക്കെ വെച്ചിരിക്കും വേറെ സെക്ഷനിലായിരിക്കുമല്ലോ, കുറച്ച് മാറിയിട്ടായിരിക്കും. വഹാം അയ്യേ മേഡം, അവിടേക്ക് വന്നോളൂ, അല്ലെ അങ്ങോട്ട് വന്നോളൂ, അവിടെ വന്നോളൂ. വഹാം എന്ന് പറഞ്ഞാൽ അവിടെ വന്നോളൂ. അയ്യേ മേഡം അങ്ങോട്ട് വന്നോളൂ, അല്ലെങ്കിൽ അവിടെ വന്നോളൂ. കാരണം സാരി വെക്കുന്ന സെക്ഷനും ഷർട്ടിന്റെ പീസൊക്കെ വെക്കുന്ന സെക്ഷനൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കോർണറിലായിരിക്കും. ഒന്ന് ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തുനിന്ന് ലേശം മാറിയിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ആ സൈഡിലേക്ക് വരാനാ പറയുന്നത്. സാരിയുടെ സെക്ഷൻ അവിടെയാന്ന് പറഞ്ഞാൽ അവിടെയാണ് കേട്ടോ. സാഡിക്ക് അനുഭാഗ് വഹാ ഹെ. സാഡിക്ക് വേഗമല്ലോ, സാരിക്ക് പകരം സാഡി എന്നാണ് ഉപയോഗിക്കുന്നത്. സാഡിക്ക് സാരിയുടെ അനുഭാഗ് സെക്ഷൻ വഹാ ഹെ അവിടെയാണ്. വഹാ ഹെ എന്ന് പറഞ്ഞാൽ അതിപ്പോ അവർ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കും പറയുന്നത്. സാഡിയുടെ സെക്ഷൻ അവിടെയാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നത് അങ്ങോട്ട് പോയിക്കോളൂ എന്ന്. സാഡിക്ക് അനുഭാഗ് വഹാ ഹെ. അനുഭാഗ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ. രേഷ്മ മേഡത്തിന് സാരി കാണിച്ചു കൊടുക്കൂ. അപ്പൊ ഈ ഷർട്ട് പീസ് മുറിച്ചു കൊടുത്ത കടക്കാരനാണ് പറയുന്നത്, ദുകാൻദാറാണ് പറയുന്നത്. രേഷ്മ എന്ന് പറയുന്നത് അവിടുത്തെ ലേഡി വർക്കർ ആയിരിക്കും. പെണ്ണുങ്ങളുടെ ഡ്രസ്സൊക്കെ കാട്ടി കൊടുക്കുന്ന ആളായിരിക്കും. രേഷ്മ എന്ന് അവളെ പേരെടുക്കുക. മേഡത്തിന് സാരി കാണിച്ചു കൊടുക്കൂ. മേഡം കോ സാഡി ദിഖാവോ. മേഡം കോ സാഡി ദിഖാവോ. മേഡത്തിന് സാഡി ദിഖാവോ, സാരി കാണിച്ചു കൊടുക്കൂ. ഇപ്പം കുറെ എണ്ണം അങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക. അത് കാണിച്ചു തരാനാണ് പറയുന്നത്. വരൂ മേഡം ഏത് റേഞ്ചിലുള്ളതാണ് നോക്കേണ്ടത്. വരൂ മേഡം ആയിയെ മേഡം കിസ് റേഞ്ച് മേ ദിഖായേ. ഏത് റേഞ്ചിലുള്ളത്
കാണിക്കണം. നിങ്ങൾക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുകയാണ് ചെയ്യുക അല്ലെ. അവര് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏതിന്റെയാണ് കാണിക്കേണ്ടത് എന്നാണ് അവിടെ മീനിങ് വരുന്നത്. കിസ് റേഞ്ച് മേ ദിക്കായ, ഏത് റേഞ്ചിലുള്ളത് കാണിക്കണം. ഒരു 15,000-നും 2,000-നും ഇടയ്ക്കുള്ളത്, 15,000 അല്ല സോറി, 1,500-നും 2,000-നും ഇടയ്ക്കുള്ളത്. 1,500-ന് ഹിന്ദിയിൽ 150 എന്ന് പറയാം. ഓക്കെ, 150 എന്ന് പറയാം, അല്ലെങ്കിൽ 1500 എന്ന് പറയാം. 1500, 15 എന്ന് പറഞ്ഞാൽ 15, 15 × 100, 15 100, 1,500 അല്ലെ. സേ 2,000 के बीच, 2,000-ന് ഇടയ്ക്ക്. ടു ബി കണ്ടിന്യൂഡ്. ഇതിന്റെ ബാക്കി ലേശം കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ അറിയാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.